പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M3140 എന്ന പ്രിന്ററിൽ എങ്ങനെ ADF യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ M3140 എന്ന പ്രിന്ററിന് സാധാ സ്കാനിങ്ങിന്റെ പുറമെ ADF സ്കാനിങ് ഫോട്ടോകോപ്പി എന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന യൂണിറ്റ് വഴി നിങ്ങൾക്ക് സിംഗിൾ പേജ് അല്ലെങ്കിൽ മൾട്ടി പേജ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ സാധിക്കുന്നതാണ്. സാധാരണ സ്കാനർ ടാബിൽ നമുക്ക് സിംഗിൾ പേജ് മാത്രമേ സ്കാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജ് നമ്മൾ മാനുവലായിട്ട് തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ വെക്കണം. ADF യൂണിറ്റ് വരികയാണെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് 5 or 10 പേജൊക്കെ ഒറ്റയടിക്ക് തന്നെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷന് വേണ്ടി ഇതേപോലെ പേപ്പർ ഈ ADF യൂണിറ്റിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2-3 പേജ് വെച്ചതിന് ശേഷം നിങ്ങൾ സ്കാനർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ഈ 3 പേജും സ്കാൻ ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ ADF എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ADFൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഉപയോഗമില്ലെങ്കിൽ ഈ ഡോർ നിർബന്ധമായും ക്ലോസ് ചെയ്തിരിക്കണം. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല ഗുഡ് ഡോക്യുമെൻ്റ് പേപ്പർ ആയിരിക്കണം. സ്റ്റാപ്ലർ പിന്നോ അല്ലെങ്കിൽ വൈറ്റനറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പേപ്പർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ കഴിയും ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ADFൽ നമ്മൾ ഡോക്യുമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ഒരു ADF എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിപ്പോൾ ഡിസേബിൾ ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ പേപ്പർ വെക്കുന്നതോടുകൂടി ചെറിയൊരു ബസർ സൗണ്ടോടുകൂടി അവിടെ ആ ഡിസ്പ്ലേയിൽ ആ ഒരു ADF എന്നൊരു ലൈറ്റ് ഓണായി വരുന്നത് കാണാൻ സാധിക്കും. കാണുന്നില്ലേ? ഓക്കെ, ഇപ്പോൾ ക്ലിയറായി കാണുന്നുണ്ടാവും. കണ്ടില്ലേ? ഇങ്ങനെ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുകളിലത്തെ ADF യൂണിറ്റ് എനേബിളായി താഴത്തെ സ്കാനർ യൂണിറ്റ് ഡിസേബിൾ ആയിട്ടുണ്ടാവും. പിന്നെ മുകളിലുള്ള ADF മാത്രമേ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്കാനിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ കോപ്പിയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പം സ്കാൻ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കൽ. കണ്ടില്ലേ? പ്രിൻറ്റ് ചെയ്താണ്ട് പേപ്പർ ഔട്ടായി വരുന്നുണ്ട്. അതേ ഡോക്യുമെൻ്റ് തന്നെ അതേ ക്ലാരിറ്റിയിൽ തന്നെ ഏകദേശം പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല? ഇത് പ്രിൻറ്റ് ചെയ്ത് വന്ന കോപ്പി, ഇത് ഒറിജിനൽ ഡോക്യുമെൻ്റ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്കാൻ ചെയ്യാനും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു പേപ്പർ വെക്കുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം. ആ സെൻസർ എനേബിൾ ആയാൽ മാത്രമേ ADF യൂണിറ്റ് വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ വഴി സ്കാൻ ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഡോക്യുമെൻറ്റ് സോഴ്സ് പറഞ്ഞാണ്ട് ഇവിടെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്കാനർ ഗ്ലാസും ADFും. അപ്പോൾ സ്കാനർ ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ADF ഡിസേബിൾ ആവും. ഓട്ടോ ഡിറ്റക്റ്റിലാവുന്ന സമയത്ത് നമ്മൾ ADF യൂണിറ്റിൽ ഡോക്യുമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഡിറ്റക്റ്റ് ആണെങ്കിലും ADF വഴി മാത്രമേ സ്കാനിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഡോക്യുമെൻറ്റ് സ്കാൻ കൊടുത്തു, അല്ലെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന പ്രിവ്യൂ എന്ന് കൊടുത്തു. അപ്പോൾ ഇതേപോലെ പേപ്പർ പിക്ക് ചെയ്ത് ADF യൂണിറ്റിൻ്റെ ഉള്ളിലൂടെ പിക്ക് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് പുറത്തോട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്കിവിടെ കമ്പ്യൂട്ടറിൽ അതിൻ്റെ പ്രിവ്യൂ കാണാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നതാണ്. ADF ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ADF ഉള്ള പ്രിൻ്റർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പൊടിപടലങ്ങൾ ADF യൂണിറ്റിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് ADF യൂണിറ്റിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്റ്റാപ്ലർ ഒഴിവാക്കണം. അല്ലെങ്കിൽ വൈറ്റനർ കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ആ ഡോക്യുമെൻ്റ് നമ്മൾ ADF യൂണിറ്റിൽ വെച്ച് സ്കാൻ ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.